ലഹാൻ എന്ന സ്ഥലത്തുനിന്നും കാക്കാർ വിട്ട അതിർത്തിയിലേക്ക് ഒരു കാർ യാത്ര സാധാരണയായി 2 വഴികളിലൂടെ പോകാം. 1. BP ഹൈവേയിലൂടെ നേരെ കിഴക്കോട്ട് പോവുക. 2. കിഴക്കൻ ഭാഗത്തേക്ക് പോകുന്ന മറ്റ് റോഡുകൾ ഉപയോഗിക്കുക. ലഹാൻ ഒരു പ്രധാന സ്ഥലമായതുകൊണ്ട് കാക്കാർവിട്ടയിലേക്കുള്ള യാത്ര എളുപ്പമാണ്. A road trip from Lahan to the Kokhavita border in Nepal, which is the easternmost border crossing with India, would involve traveling through the plains of Nepal. The journey would likely take a few hours by car, covering approximately 200 kilometers, and would involve crossing the Mahendra Highway. The road conditions are generally good, but there might be some traffic and potential for road construction, especially around towns. Lahan is a town in the Terai region of Nepal, known for its agricultural activity and proximity to the Indian border. The primary route would be along the Mahendra Highway, Nepal's east-west highway. This highway connects various towns and cities in the Terai, and is generally well maintained. The drive from Lahan to Kokhavita is characterized by flat, fertile lands, dotted with villages, agricultural fields, and small towns. You'll see a lot of greenery, and possibly glimpses of the Himalayas in the distance, especially on a clear day. Expect some traffic, especially around towns and during peak hours. There might also be instances of road construction, which could cause minor delays. Kokhavita is a bustling border town, the eastern gateway to Nepal, and a significant transit point for goods and people between India and Nepal. ലഹാനിൽ നിന്ന് ഏകദേശം 66.3 കിലോമീറ്റർ കിഴക്കായി സപ്തകോഷി നദിക്ക് കുറുകെയാണ് കോഷി തടയൻ. നേപ്പാളിലെ കിഴക്കൻ പടിഞ്ഞാറൻ ഹൈവേ അല്ലെങ്കിൽ മഹേന്ദ്ര ഹൈവേയിലൂടെയാണ് ഇവിടേക്ക് എത്താൻ സാധിക്കുക. യാത്രയ്ക്ക് ഏകദേശം 1 മണിക്കൂർ 49 മിനിറ്റ് എടുക്കും. റോഡിന്റെ അവസ്ഥ സാധാരണയായി നല്ലതാണ്. ലഹാൻ നേപ്പാളിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ്. നിരവധി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഷോപ്പുകളും ഇവിടെയുണ്ട്. നേപ്പാളിൽ റോഡ് ഗതാഗതം ഇടതുവശത്താണ്. കോഷി തടയണയ്ക്ക് സമീപം നിരവധി ഹോട്ടലുകൾ ലഭ്യമാണ്. വിനോദസഞ്ചാരികൾക്ക് കോഷി തടയണയിൽ നിന്ന് ലഹാനിലേക്കുള്ള യാത്രയ്ക്ക് കാർ ഏറ്റവും മികച്ച ഓപ്ഷനാണ്. ഇറ്റാഹാരി എത്തുന്നതിനു മുൻപ് ധാരാളം കടകളും ഹോട്ടലുകളും കാണാം. ഇറ്റാഹാരിയിൽ നിന്ന് കാക്കാർവിട്ടയിലേക്ക് ഏകദേശം 50 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ വഴിയിൽ റോഡുകൾ താരതമ്യേന നല്ലതാണ്. കാക്കാർവിട്ട എത്തുന്നതിനു മുൻപ് ധാരാളം കടകളും ഹോട്ടലുകളും കാണാം. കാക്കാർവിട്ട അതിർത്തിയിൽ എത്തുമ്പോൾ വാഹനങ്ങൾ നിർത്തുന്നതിനും പരിശോധനകൾക്കുമായി സ്ഥലങ്ങൾ കാണാം. റോഡുകളുടെ അവസ്ഥ ഇടയ്ക്കിടെ മാറിയേക്കാം. അതിനാൽ ശ്രദ്ധയോടെ വാഹനമോടിക്കുക. വഴിയിൽ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ധാരാളം സ്ഥലങ്ങളുണ്ട്. അതിർത്തിയിൽ എത്തുമ്പോൾ ആവശ്യമായ രേഖകളും വിവരങ്ങളും കയ്യിൽ കരുതുക. തുടക്കം യാത്ര ആരംഭിക്കുമ്പോൾ ലഹാൻ ഫ്ലാഗ് പാർക്ക് പോലുള്ള ആകർഷണങ്ങൾ കാണാം. ഇവിടെ പലതരം പൂക്കളും മരങ്ങളും നട്ടിട്ടുണ്ട്. പ്രകൃതി ഭംഗി. യാത്രയിൽ പാതയുടെ ഒരു വശത്ത് നെൽവയലുകളും മറുവശത്ത് നദികളും കാണാം. ഓരോ 3-4 കിലോമീറ്ററിലും നദികൾ കാണാൻ സാധ്യതയുണ്ട്. റോഡുകൾ മികച്ച നിലയിലായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചെറിയ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ റോഡുകൾ മോശമായേക്കാം. ഗ്രാമങ്ങളും പട്ടണങ്ങളും ലഹാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെറിയ ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും കടന്നുപോകും.
ഈ ഗ്രാമങ്ങളിൽ പ്രാദേശിക ജീവിതരീതികളും കാഴ്ചകളും കാണാൻ കഴിയും. യാത്രയിലുടനീളം നിങ്ങൾക്ക് നെൽപ്പാടങ്ങൾ, ചോളം, ഗോതമ്പ്, കരിമ്പ്, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുന്ന ഫലഭൂയിഷ്ഠമായ സമതലങ്ങൾ കാണാൻ കഴിയും. ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ കാണാൻ കഴിയും. ആളുകൾ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും പരമ്പരാഗത വീടുകളും മൃഗങ്ങളെ മേയ്ക്കുന്നതും കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നതും നിങ്ങൾക്ക് കാണാം. ഗ്രാമീണർ ലളിതവും സമാധാനപരവുമായ ജീവിതമാണ് നയിക്കുന്നത്. ഗ്രാമീണർക്ക് അവരുടെ സംസ്കാരത്തോടും പാരമ്പര്യങ്ങളോടും ശക്തമായ ബന്ധമുണ്ട്. കോഷി ബാരേജിൽ നിന്ന് കാക-4 വിട്ടയിലേക്കുള്ള യാത്രയിൽ പ്രകൃതിരമണീയമായ കാഴ്ചകളും ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളും ആസ്വദിക്കാവുന്നതാണ്. യാത്രയിലുടനീളം നെൽവയലുകളും ചെറിയ ഗ്രാമങ്ങളും കുന്നുകളും നദികളും നിങ്ങളെ രസിപ്പിക്കും. യാത്ര കൂടുതൽ മനോഹരമാക്കാൻ പ്രാദേശിക ഭക്ഷണശാലകളിൽ നിന്ന് നാടൻ വിഭവങ്ങൾ രുചിക്കാവുന്നതാണ്. യാത്രയുടെ വിവരണം: കോഷി ബാരേജിൽ നിന്ന് യാത്ര ആരംഭിച്ച് നേപ്പാളിലെ ഗ്രാമീണ പാതകളിലൂടെ കടന്നു പോകുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയും കുന്നുകളും നദികളും നിങ്ങളെ ആകർഷിക്കും. ചെറിയ ഗ്രാമങ്ങൾ താണ്ടി ആളുകളുടെ ജീവിതരീതികളും സംസ്കാരവും അടുത്തറിയാൻ സാധിക്കും. പ്രധാന സ്ഥലങ്ങൾ: ഭീംനഗർ കോഷി ബാരേജിന് അടുത്തുള്ള പ്രധാന സ്ഥലമാണിത്. ഇവിടെ നിന്നും യാത്ര കാക-4 വിട്ട ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഇറ്റഹാരി കിഴക്കൻ നേപ്പാളിലെ ഒരു പ്രധാന നഗരമാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് പ്രാദേശിക വിപണികളും ഭക്ഷണശാലകളും ആസ്വദിക്കാവുന്നതാണ്. ദമോക്ക് കാക-4 വിട്ടയിലേക്കുള്ള യാത്രയിൽ ദമോക്ക് ഒരു പ്രധാന സ്ഥലമാണ്. ചെറിയ കുന്നുകളും പുഴകളും ഗ്രാമങ്ങളും ഇവിടെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്നു. കാക-4 വിട്ട നേപ്പാളിന്റെ കിഴക്കൻ അതിർത്തിയിലുള്ള ഒരു പ്രധാന സ്ഥലമാണ്. കാക-4 വിട്ട ഇവിടെ നിങ്ങൾക്ക് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. യാത്രയിലുടനീളം പരമ്പരാഗത വീടുകളും കൃഷിസ്ഥലങ്ങളും കന്നുകാലികളെ വളർത്തുന്ന ഇടങ്ങളും കാണാം. നാട്ടുകാരുമായി ഇടപഴകാനും അവരുടെ ജീവിതരീതികളെക്കുറിച്ച് അറിയാനും സാധിക്കും. ചിലയിടങ്ങളിൽ ചെറിയ ചന്തകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും കാണാനാവും. യാത്രയിൽ പ്രാദേശിക ഭക്ഷണശാലകളിൽ നിന്ന് നേപ്പാളി വിഭവങ്ങൾ രുചിക്കാവുന്നതാണ്. ദാൽ ഭാത്, മോമോസ്, ചാറ്റ് പോലുള്ള വിഭവങ്ങൾ പ്രസിദ്ധമാണ്. ചില ഗ്രാമങ്ങളിൽ പരമ്പരാഗത നൃത്തങ്ങളും പാട്ടുകളും നാടൻ കലാരൂപങ്ങളും ആസ്വദിക്കാനാവും. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിക്കാവുന്നതാണ്. ഈ യാത്രയിൽ പ്രകൃതിയും ഗ്രാമീണ ജീവിതവും സംസ്കാരവും നിങ്ങളെ ആകർഷിക്കുകയും അവിസ്മരണീയമായ ഒരനുഭവമായി അത് നിലനിൽക്കുകയും ചെയ്യും. കാറിൽ കോഷി ബാരേജിൽ നിന്ന് കാകർവിറ്റയിലേക്ക് യാത്ര ചെയ്യുന്നത് മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള അവസരമാണ് നൽകുന്നത്. നേപ്പാളിലെ കിഴക്ക്-പടിഞ്ഞാറ് മഹേന്ദ്ര ഹൈവേയുടെ കിഴക്കൻ അതിർത്തി പ്രദേശത്താണ് കാകർവിറ്റ സ്ഥിതി ചെയ്യുന്നത്. അതിർത്തിയിൽ കസ്റ്റംസിനും മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കും വേണ്ടി ഒരു ചെക്ക് പോസ്റ്റുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിലെയും നേപ്പാളിലെയും പൗരന്മാർക്ക് നിയന്ത്രണങ്ങളില്ലാതെ അതിർത്തി കടക്കാം. അതുപോലെ നേപ്പാൾ, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം കാകർവിറ്റ വഴിയാണ് നടക്കുന്നത്. കാകർവിറ്റ നേപ്പാളിലെ ഒരു പ്രധാന അതിർത്തി നഗരമാണ്. അതിനടുത്തുള്ള ഗ്രാമങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നേപ്പാളിലെ ഗ്രാമങ്ങളിൽ സ്ത്രീകളുടെ ജീവിതരീതി ശ്രദ്ധേയമാണ്. അവർ പൊതുവെ പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാറില്ല. പരമ്പരാഗതമായി തോളുകളും കാലുകളും മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുന്നു.
സ്ത്രീകൾ വയലുകളിൽ പണിയെടുക്കുകയും പാചകം ചെയ്യുകയും വീട് വൃത്തിയാക്കുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നു. നേപ്പാളിൽ വിവിധതരം ജാതി വർഗ സമൂഹങ്ങളുണ്ട്. ദലിത്, ആദിവാസി, പിന്നോക്ക ജാതികൾ, മുന്നോക്ക ജാതികൾ, ഹിൽ ജനജാതി, ഛേത്രി, ബ്രാഹ്മണർ എന്നിങ്ങനെ പ്രധാനമായും 9 വിഭാഗങ്ങളുണ്ട്. കാഠ്മണ്ഡു താഴ്വരയിലെ ന്യൂവാർ സമുദായത്തിലെ ഇന്ദ്രജാത്ര പോലുള്ള ഉത്സവങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നേപ്പാളിലെ ഉത്സവങ്ങൾക്ക് ഹിന്ദു, ബുദ്ധ ആചാരങ്ങളുടെ സ്വാധീനമുണ്ട്. ദശൈൻ, ദുർഗാ പൂജ, ശിവരാത്രി തുടങ്ങിയ ഉത്സവങ്ങൾ ഹിന്ദുമതത്തിലെയും ബുദ്ധമതത്തിലെയും ആളുകൾ ഭക്തിയോടും ഉത്സാഹത്തോടും കൂടി ആചരിക്കുന്നു. കാകർവിറ്റയിലേക്കുള്ള യാത്ര റോഡ് സാഹചര്യങ്ങളെക്കുറിച്ചും ചില വിവരങ്ങൾ നൽകുന്നു. റോഡുകൾ മിക്കവാറും നല്ലതാണെങ്കിലും മലയോര പ്രദേശങ്ങളിൽ ക്ഷമയും മുൻകരുതലും ആവശ്യമാണ്. നേപ്പാളിലെ ഡ്രൈവിംഗ് ശീലങ്ങൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ്. അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ്, അനാവശ്യമായി ഹോൺ അടിക്കൽ എന്നിവ കുറവാണ്. ഈ യാത്ര പ്രകൃതിയുടെ സൗന്ദര്യവും നേപ്പാളിലെ സമ്പന്നമായ സംസ്കാരവും അടുത്തറിയാനുള്ള ഒരവസരമാണ്. ദശൈൻ നേപ്പാളിലെ ഏറ്റവും ദൈർഘ്യമേറിയ മതപരമായ ആഘോഷം സെപ്റ്റംബർ-ഒക്ടോബർ മാസങ്ങളിലായി വരുന്നു. തിഹാർ 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു ഉത്സവമാണിത്. നവംബർ മാസത്തിലാണ് വരുന്നത്. മഹാശിവരാത്രി മാർച്ച് മാസത്തിൽ ആഘോഷിക്കുന്ന ശിവന്റെ ജന്മദിനമാണിത്. ബുദ്ധപൂർണിമ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. ഇത് ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും പ്രധാനമാണ്. സാകേല നൃത്തം, ലിംബു വിഭാഗക്കാർ വിളവെടുപ്പ് ആഘോഷിക്കാനും ഭൂമിയുടെ ആത്മാവിൽ നിന്ന് അനുഗ്രഹം തേടാനും നടത്തുന്ന പ്രധാനപ്പെട്ടൊരു സാംസ്കാരിക നൃത്തമാണിത്. മണി റിന്തു ഷെർപ്പകൾ ലോകത്തിന്റെ നന്മയ്ക്കായി ആചരിക്കുന്ന ഒരു ഉത്സവമാണിത്. കുടുംബബന്ധങ്ങൾക്കും കൂട്ടായ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. പ്രാചീന കാലത്ത് ഗ്രാമ കൗൺസിലുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഉത്തരവാദികളായിരുന്നു. ന്യൂവാർ സമൂഹത്തിന്റെ ഗുതി സമ്പ്രദായം പരമ്പരാഗതമായ സഹകരണ രീതികൾ ഉൾക്കൊള്ളുന്നു. ഇത് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ സഹായിക്കുന്നു. കക്കാവിറ്റയിലേക്കുള്ള യാത്രയിൽ ഈ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും പ്രാദേശിക ജീവിതരീതികളെയും അടുത്തറിയാൻ സാധിക്കും. The border crossing at Kokavita is relatively straightforward for Indian citizens, with minimal paperwork for those with valid identification. While Kokavita isn't known for its scenic beauty, it has the basic amenities like hotels, restaurants, and shops catering to travelers. You can find numerous roadside restaurants and tea stalls along the way, offering local Nepali cuisine. The roads are generally safe, but it's always advisable to exercise caution, especially when driving at night or in areas with limited visibility. The entire journey from Lohan to Kokavita by car can take anywhere from 4 to 6 hours, depending on the traffic and road conditions. A road trip from Koshi Barrage to Kokavita, transitioning from the industrial and agricultural landscape near the barrage to the vibrant village life of Kokavita.
offers a fascinating glimpse into the cultural and geographical diversity of the region. The journey would involve traversing primarily flat, fertile plains, with increasing signs of rural life and tea gardens as you approach the Nepalese border. The Koshi Barrage section, starting point, the Koshi Barrage, a significant engineering structure built to control the Kosi River, is situated in Bihar, India. The area around the barrage is characterized by agricultural land and industrial activity related to irrigation and river management. Road conditions. The initial part of the journey from the barrage towards Kokavita would likely involve driving on well-maintained highways, possibly with some stretches of village roads as you get closer to the border. Landscape. The landscape is predominantly flat, with vast stretches of agricultural fields. You might encounter scenes of rural life, including farmers working in the fields, cattle grazing, and rural settlements. The journey towards Kokavita, changing landscape. As you move closer to Kokavita, the landscape will gradually transform. The urban and industrial elements of the Koshi Barrage area will give way to more rural and agricultural settings. Village life. You will likely witness a vibrant village life, with houses and shops lining the roads, and local markets bustling with activity. The presence of tea gardens, which are characteristic of this region, will become more prominent. Border crossing. Kokavita is the border town in Nepal, so you need to cross the border checkpoint. This is a bustling area with customs and immigration offices, and you'll see a lot of traffic, including trucks, buses, and individuals traveling between Nepal and India. Kokavita's atmosphere. Kokavita itself has a lively atmosphere, with a mix of local Nepalese culture and the influence of the Indian border town. It's a major transit point for people and goods, and you'll find a variety of shops, restaurants, and guest houses. Village life and culture. Rural activities. The villages along the route offer a glimpse into traditional Nepalese village life. You might see people engaged in farming, weaving, pottery, and other traditional crafts. Local markets. These markets are vibrant centers of trade and social interaction, where you can find local produce, handicrafts, and other goods. Religious sites. There might be temples and shrines along the route, reflecting the religious beliefs of the local communities. Hospitality. Nepalese people are known for their hospitality, so you can expect a warm welcome from the locals. Overall, the journey from Koshi Barrage to Kokavita offers a rich tapestry of experiences, transitioning from the industrial and agricultural landscape around the barrage to the vibrant village life and cultural nuances of the Nepalese border town. It's a journey that allows you to witness the diverse facets of life in this region, from the controlled environment of the barrage to the bustling atmosphere of the border town and the traditional way of life in the villages.